സത്യപ്രതിജ്ഞ ഉടൻ ആരംഭിക്കും. വിശദാംശങ്ങളുമായി രാജ്ഭവനിൽ നിന്ന് ബി എ ഗിരീഷ് ചേരുകയാണ്. ഗിരീഷ്, ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയാണോ? വിശദാംശങ്ങൾ. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ദേശീയ ഗാനത്തോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലാണ്. പക്ഷേ ഇരുവരുടെയും ശരീരഭാഷ സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. വി എ ഗിരീഷ് എവിടെയുണ്ട് വിശദാംശങ്ങളുമായി? സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നിയുക്ത മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയാണ് ഔദ്യോഗികമായി വകുപ്പുകൾ പ്രഖ്യാപിക്കുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്തു. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗമായി രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കെ ബി ഗണേഷ് കുമാർ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദി, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് 2 പുതിയ അംഗങ്ങൾ എത്തുകയാണ്. LDF-ലെ മുൻ ധാരണ പ്രകാരം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയാകുന്നത് 3ാം വട്ടമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല പരിചയവും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മുതിർന്ന നേതാവാണ്. VS മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ തുറമുഖ മന്ത്രിയായിരുന്നു. തുറമുഖ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കാത്തിരിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിൻ്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. രാജിവെച്ച അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കാത്തിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ ഗതാഗതം കെ ബി ഗണേഷ് കുമാറിനും ലഭിക്കും. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി
KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. KB ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗമായി KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മൂന്നാം വട്ടമാണ് മന്ത്രിപദത്തിലേക്ക് അദ്ദേഹവും എത്തുന്നത്. 2001-03 കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്നു. 2011-13 കാലത്ത് വനമന്ത്രി. 2001 മുതൽ പത്തനാപുരത്ത് നിന്നുള്ള MLA, കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ. മന്ത്രിപദത്തിലും അദ്ദേഹത്തിൻ്റെ മുൻപരിചയം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും സഹായകമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുവർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. രാജിവെച്ച അഹമ്മദ് ദേവർകോവിലിൻ്റെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കാത്തിരിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ ഗതാഗതമാണ് KB ഗണേഷ് കുമാറിന് ലഭിക്കാൻ പോകുന്നത്. ഒരുപാട് വെല്ലുവിളികൾ ഈ വകുപ്പ് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഗണേഷ് കുമാറിനുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും എന്നാണ് KB ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞത്. പദവിയോട് നീതി പുലർത്തും എന്നായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രതികരണം. KSRTCയിലെ വരുമാന ചോർച്ച തടയും എന്ന് KB ഗണേഷ് കുമാറും നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. മികച്ച പ്രകടനം ഇരുവർക്കും കാഴ്ചവെക്കാൻ കഴിയും എന്ന പ്രതീക്ഷ LDF-നും ഉണ്ട്. കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ, ഒപ്പം തന്നെ താരസംഘടനയായ അമ്മയുടെ സ്ഥാപക ട്രഷറർ കൂടിയാണ് അദ്ദേഹം. സിനിമാ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരാവശ്യം, ഗതാഗതത്തിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണം എന്നുള്ളൊരാവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. രാജ്ഭവനിലെ ചടങ്ങിലേക്ക് വീണ്ടും തത്സമയം. അഞ്ചിന്റെ വജ്രത്തിളക്കം.